ഏവർക്കും സ്വാഗതം. ബേസിക് കമ്പ്യൂട്ടിംഗ് കൺസെപ്റ്റ്സ്. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ബാക്കിംഗ് സ്റ്റോറേജിനെ കുറിച്ച്, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. എൻജോയ് ലേണിംഗ്. ബാക്കിംഗ് സ്റ്റോറേജ്. ദ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ ലൈക്ക് അവർ മെമ്മറി ഈസ് ലിമിറ്റഡ്. അതായത് നമ്മൾക്ക് മെമ്മറി ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചത്? ചപ്പാത്തി എന്ന് പറയും നമ്മൾ. ഇന്നലെ എന്ത് കഴിച്ചു? നമ്മൾ പറയും എന്താ പറയുക, പുട്ട് കഴിച്ചു എന്ന് പറയും. മിനിഞ്ഞാന്ന് എന്ത് കഴിച്ചു? അത് ദോശയാവാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാത്രം നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു 2 മാസം മുൻപ് ഇതേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ ലൈക്ക് അവർ മെമ്മറി ഈസ് ലിമിറ്റഡ്. ഇറ്റ് ഈസ് ലിമിറ്റഡ് ക്വാളിറ്റീവ്ലി ദോ ഇറ്റ് മേ ബി ക്വാണ്ടിറ്റീവ്ലി ലാർജർ. If we have more to store, we make use of filing systems. നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫയലിംഗ് സിസ്റ്റംസ് ആണ് വെക്കുക. വലിയ വലിയ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ മേലെ കുറച്ച് ഫയൽ ഉണ്ടാവും. കൂടാതെ ഫയലിംഗ് ക്യാബിനറ്റ്സും നമുക്ക് കാണാം. അതിലൊക്കെ കുറേ ഫയൽ കീപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് നമ്മളുടെ ഡ്രസ്സ്, നമ്മൾ ഒരു ഡ്രസ്സ് എടുത്ത് നമ്മളുടെ ശരീരത്തിൽ ഇടുന്നു. ബാക്കി ഡ്രസ്സൊക്കെ നമ്മളുടെ അൾമാരയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓക്കെ. An index book of telephone numbers or an address book or an accounts ledger or a filing cabinet holding copies of our letters. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. The computer works in the same way. In addition to its main memory, it make use of backing storage. Main memory കൂടാതെ അതെന്ത് ചെയ്യും? ബാക്കിംഗ് സ്റ്റോറേജിന് സഹായം കൂടി അത് എടുക്കുന്നുണ്ട്. വിച്ച് ഇസ് സിമിലർ ടു ഇൻഡെക്സസ് ആൻഡ് ഫയലിംഗ് ക്യാബിനറ്റ്സ്. അത് ഏതിന് തുല്യമാണ്? നമ്മുടെ അൾമെറാസ്, ഫയലിംഗ് ക്യാബിനറ്റ്സ് അല്ലെങ്കിൽ ഇൻഡെക്സസ് ഓഫ് ടെലിഫോൺ ഡയറക്ടറി അതുപോലെ തുല്യമായിട്ട്. ദേ മേക്ക് യൂസ് ഓഫ് ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നു, ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗിക്കുന്നു, പെൻ ഡ്രൈവ് ഉപയോഗിക്കുന്നു, CDs ഉപയോഗിക്കുന്നു, DVD, DCD അല്ല അത് സോറി, DVDs ഉപയോഗിക്കുന്നു, ബ്ലൂറേ ഡിസ്ക് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏർലിയർ ഇയേഴ്സ് വി മേഡ് യൂസ് ഓഫ് ടേപ്സ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ മാഗ്നറ്റിക് ടേപ്സ്, കാസറ്റ്സ്, റീൽസ്, കാർഡ്സ് ആൻഡ് ഡ്രംസ് ഒക്കെ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്. ബാക്കിംഗ് സ്റ്റോറേജിൻ്റെ മെയിൻ ഗുണം എന്താ? ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് റീയൂസബിൾ. പിന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഗുണം. Set of instructions called programs given to the computer to do some useful work is called program. The instructions can be repeated in whole or in part. അപ്പോൾ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്താണ്? കുറേ റൂൾസ് അനുസരിച്ച് നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോഗ്രാംസ്. അത് എവിടേക്കാണ് നമ്മൾ കൊടുക്കുന്നത്? വിച്ച് ഇസ് ഗിവൺ ടു ദ കമ്പ്യൂട്ടർ ടു ഡു സം യൂസ്ഫുൾ വർക്ക്. ഉപകാരപ്രദമായ ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രോഗ്രാം എന്ന്. ഓക്കെ, ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ. പിന്നെ അത് ആ സ്റ്റെപ്പ് തന്നെ നമുക്ക് ചിലപ്പം മൊത്തത്തിൽ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Machine code instructions. The machine code of a computer consists of a set of permissible code instructions which provide these two facilities. Number of instructions available depend upon particular CPU and can be in hundreds. മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം, അത് കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. കണ്ടോ, മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻസിന്റെ എക്സാമ്പിൾ ആണത്. 0s and 1s. ഇതൊരു മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻ ആണ്. 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഇവിടെ 2, 3, 4, 5, 6, 7, 8, 9 ഒന്നുമില്ല. സാധാരണ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ 0 to 9 ഡിജിറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ 0 to 1, 0, 1 ബൈനറി ഡിജിറ്റ് എന്നാണ് ഇതിന് പറയുക, അല്ലെങ്കിൽ മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയും. മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻസ് ഓൾവേസ് ഇൻ ദ ഫോം ഓഫ് 0s and 1s. ഇതിൽ എത്ര 0s and 1s ഉണ്ടോ? 3, 4, 5, 6, 7, 8 ബിറ്റ്സ് അല്ലെങ്കിൽ 1 ബൈറ്റ് 8 ബിറ്റ്സ് ആയിട്ട് കണ്ടോ 0s and 1s. ഇതിനെയാണ് നമ്മൾ
മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇത് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. നമ്മൾ എന്ത് ഡാറ്റ കീബോർഡിലൂടെ എൻ്റർ ചെയ്തോ അതൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയി മാറിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്, കീപ് ലേണിംഗ്.